സാറ് എനിക്ക് 5 പുസ്തകങ്ങൾ തന്നിരുന്നു. പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ആനവാരിയും പെൺകുരിശും. അവൾ നല്ല ഇംഗ്ലീഷ് മോഡൽ മുലക്കച്ചയൊക്കെ തുന്നി ഇടൂ. എനിക്കൊരു ലങ്കോട്ടി പോലും തുന്നി തരത്തില്ല എന്നൊക്കെ പറയും. സാറിനൊരു നായുണ്ട്, ഷാൻ എന്നാണ് എൻ്റെ പേര്. മാനസിക വിഭ്രാന്തി വരുമ്പോൾ ഷാൻ ഷാൻ എന്ന് വിളിച്ചുകൊണ്ട് കുറെ ചുറ്റും ഓടുകയൊക്കെ ചെയ്യും. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 31ാമത് ഓർമ്മ ദിനമാണ് ഇന്ന്. ഒരുപാട് ഓർമ്മകളുണ്ട് ബേപ്പൂർ സുൽത്താനെ കുറിച്ച്. ഇന്ന് പക്ഷേ ഓർമ്മ പങ്കിടാൻ ഒരു പ്രധാനപ്പെട്ടതെന്ന് പറയാം, ബഷീറുമായി അത്ര ഒരു ബന്ധമുള്ള ബഷീറിൻ്റെ വൈലാലിലെ വീട്ടിലെ ആദ്യ സന്ദർശകയായ ലക്ഷ്മിയമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്വാഗതം. ഇപ്പോൾ ലക്ഷ്മിയമ്മ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആളുകൾക്ക്, പ്രേക്ഷകർക്ക് അത്ര പരിചയം ഉണ്ടാവില്ലല്ലോ. ആദ്യമായിട്ടാണ് നമുക്കൊരു സംസാരത്തിന് തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ ബേപ്പൂർ സുൽത്താൻ്റെ ഒക്കെ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ബഷീറിനെ ഏറ്റവും അടുത്തറിഞ്ഞ ഒരാളാണ്. ബഷീറിൻ്റെ തൊട്ടടുത്ത വീട്ടിലാണ് താമസം. അതും നല്ലൊരു പ്രായത്തിൽ എഴുത്തുമായിട്ടൊക്കെ ബഷീർ മുന്നോട്ട് പോകുമ്പോൾ അമ്മയ്ക്ക് അന്ന് ചെറിയൊരു പ്രായമാണ് അല്ലേ? എങ്ങനെയാണ് ബഷീറിനെ ഈ ദിവസം ഓർക്കുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്. സാറിനെ പറ്റി ഞാൻ സാറെന്നാണ് പറയുന്നത്, വൈക്കം മുഹമ്മദ് ബഷീറിനെ. ഞങ്ങൾ വടക്കുപുറത്ത് ഒരു വിച്ചുമേരുമ്പുണ്ടായിരുന്നു. വിച്ചുമേരുമ്പ പറഞ്ഞ് നമ്മളെ വൈലാലിൽ അസൻ്റെ വീട് മേങ്ങിയത് വൈക്കം മുഹമ്മദ് ബഷീറാണല്ലോ. അപ്പോൾ എനിക്ക് അത്ഭുതമായി. അപ്പോൾ അന്നൊക്കെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞാൽ അറിയുക കേൾക്കൊക്കെ ചെയ്തിരുന്നു. വായിക്കാൻ തുടങ്ങിയ കാലം മുതലേ അറിയാം വൈക്കം മുഹമ്മദ് ബഷീറും കഥകളും എല്ലാം ഞാൻ വായിച്ചിട്ട് അറിവുണ്ട്. അപ്പോൾ ഉമ്മേനോട് പറഞ്ഞു, ഉമ്മ എന്നെ ഒന്ന് അവിടെ കൊണ്ടുപോകുമോ, വൈലാലി വീട്ടിൽ എനിക്കറിയില്ല, കൊണ്ടുപോകുമോ ചോദിച്ചു. അപ്പോൾ ഉമ്മ എന്നെ വൈലാലി വീട്ടിലേക്ക് കൊണ്ടുപോയി. ഉമ്മേൻ്റെ പിന്നെ പരിചയക്കാരനാണ് ഈ അസൻ്റെ വീടാണ് വൈലാലി അവർ വാങ്ങിയത്. എന്നെ കൂട്ടി കൊണ്ടുപോയിട്ട് അവിടെ ഗേറ്റ് കിടന്നപ്പോൾ സാറ് അവിടെ മാങ്കോസ്റ്റിൻ മരത്തിൽ ചോട്ടിലിട്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞ് നിങ്ങളെ കാങ്ങാൻ ഇതൊരാൾ വന്നിക്കണ് പറഞ്ഞു. അപ്പോൾ ഉമ്മ വടക്കുറത്തേക്ക് അങ്ങോട്ട് പോയി, താത്തേൻ്റെ അടുത്തേക്ക്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ അപ്പോൾ സാറ് ഉമ്മറത്തേക്ക് കയറി വന്നു. എന്നിട്ട് എന്നോട് പേരും വിവരങ്ങളും താമസ എല്ലാം ചോദിച്ചു, വിവരങ്ങൾ മുഴുവനും ചോദിച്ചു. അപ്പോൾ അടുത്ത വീട്ടിലുള്ള ആളാണ്, കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അടുത്ത വീട്ടിൽ, ഇവിടെ അടുത്താണ് എൻ്റെ വീടെന്നും എല്ലാം പറഞ്ഞു. ഫാബിത്താത്തേനെ ഞാൻ അറിയോ, എൻ്റെ പിന്നെ കോയക്കുട്ടി മാഷയുടെ മോളാണ് ഒക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വീട്ടിലെ ഒരു മെമ്പറെ പോലെ ആയി. അമ്മയ്ക്ക് അന്ന് എത്ര പ്രായം? അമ്മയുടെ പ്രായം എത്രയാണ് അന്ന്? ധാവണി ഉടുത്ത് നടക്കുന്ന പ്രായമാണ് അന്ന്. പിന്നെ ഞാൻ ധാവണി ഉടുത്തിട്ടാണ് ആദ്യമായിട്ട് സാറിൻ്റെ വീട്ടിൽ പോയത്. നല്ല ഭംഗിയുള്ള പാവാടയും ധാവണിയൊക്കെ ഉടുത്തിട്ടാണ് പോയത്. സാറിന് അന്ന് ബഷീർ എന്താണ് ചോദിച്ചതും സംസാരിക്കില്ല? വലിയവരെന്നോ ചെറിയവരെന്നോ യാതൊരു വ്യത്യാസവും ഇല്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച് അവരോട് അതുപോലെ സംസാരിക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന സാറ്, ഞാനിവിടെ കുറച്ച് മരാമത്ത് പണികൾ ചെയ്യാണ്, അതാണ് എന്നോട് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ സാറ് മുൻവശത്തേക്ക് വന്നു, ഞാനും കൂടെ ചെന്നു. എന്നിട്ട് ഞാൻ അവിടെ താഴത്ത് കോലായൻ്റെ സ്റ്റെപ്പുമ്മിൽ അവിടെ ഇരുന്നു, സാറ് കസേരയിൽ ഇരുന്നു. ഈ ചാരുകസേരയിൽ ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ ബഷീറിനെ കാണുമ്പോൾ എപ്പോഴും ഒരു ഗ്രാമഫോണ്, കട്ടൻ ചായ എല്ലാം ആയിട്ട് ആ രീതിയിൽ തന്നെയാണോ? എങ്ങനെയാണ് ബഷീർ ഓർമ്മയുടെ അറകൾ എന്ന് പറഞ്ഞ ഇത് എഴുതിയത് അവിടെ ആ വീട്ടിൽ വെച്ചിട്ടാണ്, വൈലാലിൽ വീട്ടിൽ വെച്ചിട്ടാണ് എഴുതിയത്. ഇപ്പോഴായിരിക്കും അങ്ങനെ എഴുതാനിരിക്കുന്ന ഒരു സമയം, ഇരിക്കുന്ന സമയം അപ്പോഴൊന്നുമല്ല, അത് പ്രൈവറ്റായിട്ട് തന്നെയാണ്. പരസ്യമായിട്ട് അങ്ങനെ എഴുതാനിരിക്കൊന്നുമില്ല. സാറിൻ്റെ ഒരു റൂമുണ്ട്, അവിടെ കുറേ റെക്കോർഡുകളുണ്ട്, പഴയ റെക്കോർഡുകളും പിന്നെ ഗ്രാമഫോണും ഒക്കെ ഉണ്ട്. അവിടുന്ന് പാട്ട് വയ്ക്കും, ഞങ്ങളും കേൾക്കും. അന്ന് അമ്മ എന്താ ചെയ്യുന്നത്? അമ്മ എന്തെങ്കിലും പഠിക്കുമായിരുന്നു? അമ്മ എന്താ? പഠിച്ചു കഴിഞ്ഞു. 11 കൊല്ലത്തെ SSLC പാസ്സായി. 2 കൊല്ലത്തെ ക്രാഫ്റ്റ് ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് ഉണ്ട്. 2 കൊല്ലത്തെ ക്രാഫ്റ്റ്. കയർ സ്കൂൾ എന്ന് പറയാം, അന്ന് ബേപ്പൂരിൽ കയർ സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെയാ, ഇവിടുന്നാ പഠിച്ചത്. അങ്ങനെ വായിക്കുക ഉണ്ടായിരുന്നോ? പുസ്തകങ്ങൾ വായിക്കുക? അതെ, ഞാൻ അവിടുത്തെ ബുക്കുകളൊക്കെ വാരിക്കൊണ്ട് വായിക്കുന്നത് ഞാനാ. ഇത്താത്തയ്ക്ക് പോലും ആദ്യം വായിക്കാൻ കഴിയും, അവർ ഒഴിവുള്ളപ്പോഴല്ലേ വായിക്കാൻ പറ്റുള്ളൂ. ഞാൻ അവിടുത്തെ ബുക്കുകളൊക്കെ കൊണ്ടുപോയി ഇഷ്ടംപോലെ വായിക്കും, എന്നിട്ട് അവിടെ കൊണ്ട് കൊടുക്കും. ബഷീർ അങ്ങനെ പുസ്തകങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് തന്ന് എഴുതി ഒപ്പിട്ട് തരിക ചെയ്തു? അത് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. എന്താണെന്നറിയോ, സാറ് എനിക്ക് 5 പുസ്തകങ്ങൾ തന്നിരുന്നു. പാത്തുമ്മയുടെ ആട്, മതിലുകൾ,
ആനവാരിയും പെൺകുരിശും ഒക്കെ പറഞ്ഞ 5 പുസ്തകം സാറിൻ്റെ സ്വന്തം. ഞാൻ പറഞ്ഞു എനിക്കിതിൽ കയ്യൊപ്പ് വെച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ കയ്യൊപ്പും വെച്ച് തന്നു. പിന്നെ എന്ത് ചെയ്യാനാ, എൻ്റെ കുളൂസും എൻ്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് സാറ് ഇത്ര പുസ്തകങ്ങൾ തന്നേന്ന് ഓരോരുത്തരും അത് വാങ്ങിക്കൊണ്ട് വായിക്കാൻ ഒന്നും തിരിച്ചു തന്നില്ല. ഒന്നും കയ്യിലില്ല. അത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്. ആ ബുക്കുകളൊക്കെ ഓരോരുത്തർ കൈവശപ്പെടുത്തി. അവർ ജന്മം അവർക്ക് കൊടുത്താന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അങ്ങനെ പറഞ്ഞിട്ടും ഉണ്ടാവും. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഈ ക്രാഫ്റ്റ് ഒക്കെ പഠിച്ചെന്നൊക്കെ പറഞ്ഞു. ക്രാഫ്റ്റ് ഒക്കെ പഠിച്ച് തുന്നല് ഒക്കെ ചെയ്തിരുന്നോ? തുന്നാൻ അങ്ങനെ എന്താ? അവിടെ എത്താത്തേക്ക് മെഷീൻ ഉണ്ട്, എനിക്ക് മെഷീനൊന്നുമില്ല. എന്നിട്ട് ഞാൻ സാറ് അവിടെ എത്താത്തയുടെ അടുത്ത് പോയിരുന്ന് തുന്നും ഒക്കെ ചെയ്യും. അവിടുന്ന് എനിക്ക് തുന്നാനുള്ളതൊക്കെ അവിടെ കൊണ്ടുപോയി മെഷീനിൽ ചെയ്യാൻ വേണ്ടിട്ട് അവിടെ പോകും, ബഷീറിന്റെ വീട്ടിൽ പോകും. അതെ, അവിടെ വടക്ക് ഭാഗത്ത് ഒരു റൂമുണ്ട് മെഷീനൊക്കെ ഇടുന്നത്. അത് വരാന്തേക്ക് അവിടെ ഒരു ജനലും ഉണ്ട്. അപ്പോൾ എന്നിട്ട് അവിടെ ഇരുന്ന് തുന്നും. ഞാനും വാസന്തി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടും ഉണ്ട്, അവൾ തയ്യൽ ടീച്ചറാണ്. സാറ് വന്നിട്ട് പറഞ്ഞാൽ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ട് വേണം കേട്ടോ പിള്ളേരെ, അവൾ നല്ല ഇംഗ്ലീഷ് മോഡൽ മുലക്കച്ചിയൊക്കെ തുന്നി അവൾ ഇടും. എനിക്കൊരു ലെങ്കോട്ടി പോലും അവൾ തുന്നി തരത്തില്ല. അത് കേട്ട് ഞങ്ങൾ കുനിഞ്ഞെരിച്ച് അത് ഞങ്ങളെ നാണിപ്പിക്കാനാ സാറത് പറയുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോൾ അങ്ങനെ ഓരോ തമാശകളൊക്കെ പറയാറുണ്ട്. ബഷീറിനെ കാണാൻ അവിടെ ഒരുപാട് എഴുത്തുകാരൊക്കെ വരുന്ന സമയമല്ലേ? ഇപ്പൊ MT പോലത്തെ എഴുത്തുകാർ അവരൊക്കെ കാണാറുണ്ടോ? MT സാറിനെ ഞാൻ നല്ലപോലെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അവിടെ. അവിടെ പിന്നെ കുറേ എഴുത്തുകാരൊക്കെ വരും, അവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ നിന്നാണ് കണ്ടത്. പൊതുവെ അവിടെ വീട് എങ്ങനെയാണ്? മൊത്തം എപ്പോഴും സന്ദർശകരായിട്ടൊരു ബഹളമുള്ള വീടായിരുന്നോ? അല്ല, ബഹളമൊന്നുമില്ല, എപ്പോഴും സന്ദർശകരൊന്നുമില്ല. സന്ദർശകർ വരും, അപ്പോൾ നല്ല സന്തോഷമായിരിക്കും. താത്തയ്ക്ക് പണിയായിരിക്കും, അവർക്കൊക്കെ ചായ ഒക്കെ കൊടുക്കണം. ഫാബിന്ന് നീട്ടി വിളിക്കുന്ന എപ്പോഴും ഫാബി താത്ത പറയാറുണ്ടല്ലോ അല്ലേ? അവരുടെ പേര് ഫാത്തിമ ബീവി എന്നാ. സാറത് ഷോർട്ടാക്കി ഫാബി ബഷീറിനാക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് ബഷീറിന് പിന്നെ കുറെ ഭ്രാന്തുകൾ ഉണ്ടായിരുന്നല്ലോ അവിടെ വെച്ച്. ആ കാലൊക്കെ ഓർമ്മ ഉണ്ടോ? ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഒരു മാനസിക വിഭ്രാന്തി. സാറിനൊരു നായുണ്ട്, ഷാൻ എന്നായിരുന്നു പേര്. അപ്പോൾ ഈ മാനസിക വിഭ്രാന്തി വരുമ്പോൾ ഷാൻ വിളിച്ചുകൊണ്ട് ഈ നായ കുറെ ചുറ്റും ഓടുകയൊക്കെ ചെയ്യും. താത്തയ്ക്ക് ഭയങ്കര പേടിയാവും. താത്ത സാറിൻ്റെ ഫ്രണ്ട്സിനെ ഫോണിൽ വിളിച്ച് പറയും. അപ്പോൾ അവരൊക്കെ വരും അവർ സാറിനെ കൂട്ടിക്കൊണ്ടുപോകും. ഉപദ്രവിക്കുന്ന രീതിയിലോ പുറത്തേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ആരും ഉപദ്രവിക്കില്ല. ചികിത്സ കഴിഞ്ഞ് വന്നു കഴിഞ്ഞതിന് ശേഷം കണ്ടിരുന്നോ ബഷീറിനെ? കണ്ടിരുന്നു എന്ന് പറയാൻ വലിയ ചികിത്സയൊന്നുമില്ല. സംസാരിക്കുമ്പോഴൊക്കെ ഒരു പ്രശ്നവുമില്ല, സന്തോഷത്തോടെ പഴയ പോലെ തന്നെ സംസാരിക്കും. സാറ് എൻ്റെ കല്യാണ നിശ്ചയത്തിന് വന്നിട്ടുണ്ട്. കല്യാണ നിശ്ചയത്തിന് വന്നിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. 50 രൂപ സമ്മാനവും തന്നു നിശ്ചയത്തിന്. അന്ന് മേശപ്പുറത്തിരുന്ന് ബിരിയാണിയും നെയ്ച്ചോറും ഒന്നും കഴിക്കുന്ന ഇല്ല. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. സാറ് വന്നല്ലോ എന്ന് വിചാരിച്ച് വേറെ ആൾക്കാരൊക്കെ വലിയവരൊക്കെ വന്നു. പിന്നെ മക്കളൊക്കെ ഇങ്ങനെ ഷാഹിന ബഷീറിനെ അനീസിനൊക്കെ പ്രസവിക്കുന്ന സമയത്തോ ആ കാര്യം? അന്ന് മോക്ക് 4 വയസ്സെങ്ങാണ് ഷാഹിന ബഷീറിനെ. ഞാനാണ് അവളെ ബാലവാടിയിൽ കൂട്ടി. അന്ന് അംഗനവാടിയല്ല, ബാലവാടി, മഹിളാ സമാജത്തിൻ്റെ കീഴിലുള്ള ബാലവാടി, അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതും ഞാൻ വീട്ടിലേക്ക് കൊണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഞാനാണ്. മോളെ ഷാഹിന ബഷീറിന് എഴുതാൻ പഠിപ്പിച്ചത് ഞാനാ. പിന്നെ അനീസ് ഉണ്ടാവുമ്പോഴും ഉണ്ടോ? അനീഷ് മോനെ സാറ് ആസ്പത്രിയിൽ നിന്ന് കാറിലിട്ടിട്ട് ഞാനും ഉണ്ടായിരുന്നു കാറിൽ. ഞാനാണ് കുഞ്ഞിനെ എടുത്ത് സാറിൻ്റെ മടിയിൽ കൊണ്ട് വെച്ച് കൊടുത്തത്. അപ്പോൾ സാറ് അവിടെ ഗേറ്റിൽ ഒരു സ്റ്റെപ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മടിയിൽ കൊണ്ട് വെച്ച് കൊടുത്തിട്ട് സാറാണ് കുഞ്ഞിനെ വീട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയത്. മോനിപ്പോൾ ഈ അടുത്ത ദിവസവും കൂടി എന്നെ കണ്ടപ്പോൾ ചേച്ചി എന്താപ്പോൾ അവിടേക്ക് വരാത്തത്, ചേച്ചി വാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ പോയി. എനിക്ക് സാറും ഇത്താത്തയും പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ വലിയ ഇഷ്ടമില്ല, ഞാൻ പോകലുമില്ല. ബഷീറിൻ്റെ മരണം എങ്ങനെ ഓർക്കുന്നുണ്ടോ? ആ സമയം എങ്ങനെയാണ്? ബഷീർ ഇല്ലാതാവണ ഒരു സമയം ഓർക്കുന്നുണ്ടോ? ബഷീർ ഇല്ലാതാവുന്ന സാറിന് തീരെ ബോധമൊക്കെ ഇല്ലാതെ പടാപ്പുറത്ത് ഒരു പടാപ്പുറത്ത് അവിടെ കിടന്നിരുന്നു. എനിക്കതൊക്കെ വലിയ സങ്കടമാണ് ഓർക്കുമ്പോൾ. മരിച്ചു.
എന്തായാലും ബഷീർ അങ്ങനെ നമ്മളെ വിട്ടുപോയെങ്കിലും ഇന്നും നമ്മൾ എല്ലാ ഓർമ്മ ദിവസങ്ങളിലും ബഷീറിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പോയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്ര നല്ല ഓർമ്മകളൊക്കെ ആദ്യമായിട്ടാണെങ്കിലും പറയാൻ പറ്റിയല്ലോ, സന്തോഷം. ബഷീർ സാറിനെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, അതും മീഡിയ വണ്ണിനോട്. എനിക്ക് അതിൽ വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്.